ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക് പോപ്പാണ്. വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ ചെയ്യുന്നത് മൈക്രോവേവിലാണ്. ഇത് ആദ്യമേ 20 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു 20 മിനിറ്റ്സ് ചൂടാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ്സ് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വേണേലും എടുക്കാം. അതൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് പാത്രം എല്ലാം വെച്ച് അതിനകത്തിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചോക്ലേറ്റ് ഓവറായിട്ട് മെൽറ്റായി പോകരുത്. മെൽറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ സെറ്റാവില്ല. അതുകൊണ്ട് പതിയെ കുറച്ചായിട്ടേ ചൂടാക്കാവുള്ളൂ. ഈ കൺസിസ്റ്റൻസി ഞാൻ 2 പ്രാവശ്യം 20 മിനിറ്റ്സ് ചൂടാക്കി പിന്നെ ഒരു 10 മിനിറ്റ്സ് ചൂടാക്കിയതാണ്. ഇത് പോരാ, കുറച്ചും കൂടി സോഫ്റ്റ് ആകാനുണ്ട്. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ്സും കൂടി വെക്കുവാണ്. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഒരു ചെറിയ കട്ടകൾ ഇനിയും ഉണ്ട് മെൽറ്റാകാനായിട്ട്. ഈ രീതിയിൽ വേണം മെൽറ്റാകാനായിട്ട്. ഇത്രയും മെൽറ്റായാൽ മതി. ഇതിൽ കൂടുതൽ മെൽറ്റാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ടൈപ്പ് കേക്ക് മോൾഡ് ഉണ്ട്. വൈറ്റ് കളറിൽ കാണുന്നത് സിലിക്കോൺ മോൾഡാണ്. ഇതാണ് കേക്ക് പോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല മോൾഡ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത് തിക്നെസ് കുറവായതുകൊണ്ട് അതിനകത്ത് നമുക്ക് കേക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. നമുക്കതൊരു ക്യാൻഡി മോൾഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണ് നല്ലത്. നമുക്ക് സിലിക്കോൺ മോൾഡിലേക്ക് ഓരോ സ്പൂൺ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇത് മോൾഡിൻ്റെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ ഒന്നെങ്കിൽ ബ്രഷ് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെരിച്ചും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ മോൾഡ് നന്നായിട്ട് ചെരിച്ച് പിടിച്ചിട്ട് ഒരു കത്തി വെച്ച് വടിച്ചെടുക്കണം. ഒത്തിരി കൂടുതൽ മോൾഡിലിരിക്കാൻ പാടില്ല. ഇതിനി ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ചോക്ലേറ്റിൻ്റെ മെൽറ്റിങ് കറക്റ്റ് ആണെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സിൽ പെട്ടെന്ന് സെറ്റായി വരും. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള കേക്ക് മിക്സ് റെഡിയാക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ഇത് മേടിച്ച കേക്കായാലും നമുക്ക് യൂസ് ചെയ്യാം. കേക്കിൻ്റെ സൈഡൊക്കെ ഭയങ്കര കട്ടിയുള്ള സൈഡാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തരികൾ കൂടാൻ ചാൻസ് കൂടുതലാണ്. 1.5 കപ്പിൻ്റെ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസും കൂടി എടുക്കുവാണ്. ഇത് 1.5 കപ്പിന് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീമിന് പകരം ബട്ടർ ക്രീമും യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ നല്ലത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. ബട്ടർ ക്രീം കുറച്ചുകൂടി ഷുഗർ കൂടുതലാണ്, അതുകൊണ്ട് ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വിപ്പിംഗ് ക്രീമാണ് നല്ലത്. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മോൾഡിൽ വയ്ക്കാൻ എളുപ്പത്തിന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. മോൾഡ് ഫ്രിഡ്ജ് വെച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മിക്സ് മോൾഡിൻ്റെ പകുതിയോളം വന്നാൽ മതി. നമുക്കിനി ഒരു ചെറിയ ലെയർ ചോക്ലേറ്റും കൂടി ഒഴിക്കാനുണ്ട്. കേക്കിൻ്റെ മിക്സ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് വെച്ച് സീൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ച് നന്നായിട്ട് പരത്തി വീണ്ടും നമുക്ക് കത്തിയോ അല്ലെങ്കിൽ ബട്ടർ കത്തിയോ വെച്ച് നമുക്കത് ബാക്കിയുള്ളത് വടിച്ചെടുക്കാം. ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡിലുള്ള ചോക്ലേറ്റൊക്കെ നന്നായിട്ട് വടിച്ചെടുക്കാൻ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് നമ്മളത് മോൾഡിൽ നിന്ന് മാറ്റുമ്പം പിന്നെ അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊരു 10 മിനിറ്റുള്ളിൽ സെറ്റായി കിട്ടും. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ സൈഡിലുള്ള ചോക്ലേറ്റുകളൊക്കെ നമുക്ക് കൈ തന്നെ വെച്ച് ഉരಸಿ ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് വരും. അത് കത്തിയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ വെച്ച് തന്നെ തേച്ചെടുത്താൽ മതി. ഇവിടെ പിള്ളേരുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേക്ക് പോപ്പ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പം ചോക്ലേറ്റ് മെൽറ്റിംഗ് ഒക്കെ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, പക്ഷേ 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ശരിയായിക്കോളും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേക്ക് പോപ്പ് ആയതുകൊണ്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശ അൽക്കയുണ്ട്. ഓക്കെ, കേക്ക് പോപ്പ് എങ്ങനെയുണ്ട് നോക്കി. ഓക്കെ, ഒന്നുകൂടി പറയണോ? ഓക്കെ, ഓക്കെ, എന്നാ കൈ ഒന്നുകൂടി വെക്കണോ? ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, കേക്ക് പോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കി.
രണ്ടുപേരുടെ ടേസ്റ്റ് ചെയ്തിരിക്കുക അലമ്പല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര നല്ലതാ. ആണോ? ചോക്ലേറ്റ് ആണോ ഇഷ്ടപ്പെട്ടത്, കേക്കാണോ അകത്തെ? കേക്കാ. എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ.